ഹലോ ഫുഡീസ്, ഇന്ന് നമുക്ക് ബ്രെഡും പാലും കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിംഗ് റെസിപ്പി നോക്കാം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു ഇൻസ്റ്റൻറ്റ് രസ്മലായ് പുഡിംഗ് ആണ്. ഇത് കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്, അതുപോലെ ഉണ്ടാക്കാനായിട്ട് ഈസിയുമാണ്. രസ്മലായ് ഒരുപാട് സമയമെടുത്ത് പാലൊക്കെ കുറുക്കിയെടുത്താണ് തയ്യാറാക്കിയെടുക്കുന്നത്. പക്ഷേ ഈ ഒരു രസ്മലായ് റെസിപ്പി പാൽ അധിക സമയം കുറുക്കാതെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. രസ്മലായ് തയ്യാറാക്കാനായി ഞാനൊരു 1.5 കപ്പ് പാലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 325 ml അളവ് വരും. ഇത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്കൊരു 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് പൊടിച്ച ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് സാഫ്രോൺ വാട്ടർ ആണ്. സാഫ്രോൺ ഫ്ലേവർ ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നുള്ളി യെല്ലോ കളർ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം, രസ്മലായിൻ്റെ ആ ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ സാഫ്രോൺ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നമുക്ക് കുറച്ച് സാഫ്രോൺ വാട്ടർ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന 1 ടേബിൾ സ്പൂൺ ഷുഗർ, പഞ്ചസാരയാണ്. നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തത് കൊണ്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര മതിയാവും. അതുകൂടെ ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചേരുവകളെല്ലാം ചേർത്ത ശേഷം ഒരു 10 മിനിറ്റ് ചെറിയ തീയിലൊന്ന് ചെറുതായിട്ട് ഇളക്കിയെടുക്കാം. ഇത്രയും മതിയാവും. നമ്മുടെ രസ്മലായ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ട ബ്രെഡ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 5 സ്ലൈസ് ബ്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ സൈഡിലെ ബ്രൗൺ കളറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഞാനിതിവിടെ എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിംഗ് ട്രേയിൽ ഇതാ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മലായി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു തവയോ കയ്യിലോ വെച്ചിട്ട് എല്ലായിടത്തും ഒരുപോലെ എത്തുന്ന രീതിയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ശരിക്കും മലായി തയ്യാറാക്കിയെടുക്കുന്നത് ഒരുപാട് സമയം കുറുക്കിയെടുത്തിട്ടാണ് പാല്. പക്ഷേ ഈ ഒരു റെസിപ്പി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതേ ടേസ്റ്റ് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് രസ്മലായി തയ്യാറാക്കാം. ഈ 5 സ്ലൈസ് ബ്രെഡിന് ഈ ഒരു പാലിൻ്റെ അളവ് കറക്റ്റ് ആയിരിക്കും. ഞാനിത് മൊത്തമായിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത ശേഷം ഒരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. നമുക്ക് ഇതേപോലെ തന്നെ കഴിക്കാവുന്നതുമാണ്. ഈ ഒരു ചെറിയ ചൂടിൽ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പക്ഷേ തണുപ്പിച്ചെടുക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. 4 മണിക്കൂറിന് ശേഷം ഞാനിത് പുറത്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇനി കത്തി വെച്ച് കട്ട് ചെയ്തിട്ട് എടുത്ത് കഴിക്കാവുന്നതാണ്. ഒരു തവണ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാനും ഉണ്ടാക്കാനും തോന്നുന്ന ഒരു കിടിലൻ പുഡിംഗ് റെസിപ്പി തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു ടെക്സ്ചർ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് എത്രത്തോളം ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് ആണെന്ന്. സൽക്കാരങ്ങളിലൊക്കെ നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡെസേർട്ടാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇതുപോലുള്ള പുതിയ റെസിപ്പികൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്